ഭാഷ. ആശയവിനിമയമാണ് ഭാഷയുടെ പ്രധാന ഉപയോഗം. നമ്മുടെ മനസ്സിലുള്ള ആശയത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനാണ് നാം പ്രധാനമായും ഭാഷ ഉപയോഗിക്കുന്നത്. സംസാരിക്കുക എന്നതിനപ്പുറത്തേക്ക് എഴുതുക എന്നതും ഭാഷയുടെ ഉപയോഗമാണ്. എന്നാൽ സംസാരിക്കുന്നത് പോലെയല്ല എഴുതുമ്പോൾ ഭാഷയെ നാം വളരെ ശ്രദ്ധാപൂർവം ക്രമീകരിച്ചാണ് എഴുതേണ്ടത്. മലയാള ഭാഷ. മലയാള നാട്ടിലെ ഭാഷ എന്ന നിലക്കാണ് മലയാള ഭാഷ എന്ന് വിളിക്കപ്പെട്ടത്. ആദ്യകാലത്ത് മലയാളം മലയാണ്മ, മലയായ്മ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നു. 19-ാം നൂറ്റാണ്ടിലാണ് മലയാളം എന്ന പേര് ഉറച്ചത്. മലയാള ഭാഷ തമിഴിൽ നിന്നാണ് രൂപം കൊണ്ടിട്ടുള്ളത്. മലയാളത്തിൻ്റെ പ്രാഗ് കൊടും തമിഴാണ്. സംസ്കൃത ഭാഷത്തിൻ്റെ കൂടി കടന്നുകയറ്റം മലയാളത്തിനുണ്ട്. മലയാളം തമിഴിൻ്റെയും സംസ്കൃതത്തിൻ്റെയും സങ്കര ഭാഷയാണ്. മലയാള നാടിൻ്റെ ഭാഷയാണ് മലയാളം എന്ന് പറഞ്ഞല്ലോ. മലയാള നാട് തന്നെ പല പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. പ്രാദേശിക തമിഴർ മലയാള നാടിനെ മലകളുള്ള നാടായതുകൊണ്ട് തന്നെ മലനാട് എന്ന് വിളിച്ചിരുന്നു. അതേസമയം ആര്യന്മാർ കടന്നു വന്നപ്പോൾ ആര്യന്മാരാണ് മലയാള നാടിനെ കേരളം എന്ന പേർ വിളിച്ചത്. ഒരുപാട് കേരവൃക്ഷങ്ങൾ തിങ്ങി വളരുന്ന നാടായതുകൊണ്ടാണ് കേരളം എന്ന പേരിൽ അറിയപ്പെട്ടത്. മറുദേശങ്ങളിൽ നിന്നും കച്ചവടത്തിനു വേണ്ടി വന്ന അറബികൾ അറബിക്കടലിൻ്റെ തീരത്തുണ്ടായിരുന്ന രാജ്യങ്ങളെ മലബാർ എന്നിങ്ങനെ പൊതുവായി വിളിച്ചു. പരശുരാമൻ സമുദ്ര രാജാവിൽ നിന്നും പിടിച്ചടക്കി ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത ഭൂമി എന്നുള്ള പുരാണ പ്രസിദ്ധി കാരണം സംസ്കൃതത്തിൽ ഈ ദേശത്തെ ഭാർഗവ ക്ഷേത്രം എന്നാണ് വിളിക്കപ്പെട്ടത്. ചീന ഗ്രന്ഥകാരന്മാർ മലയാള നാടിനെ മലൈനാട് അല്ലെങ്കിൽ മലൈ മണ്ഡലം എന്നിങ്ങനെയും പേരിട്ട് വിളിച്ചിരുന്നു. 56 അക്ഷരങ്ങൾ ചേർന്നതാണ് മലയാള അക്ഷരമാല. അതിൽ 15 സ്വരാക്ഷരങ്ങളും 36 വ്യഞ്ജനാക്ഷരങ്ങളും 5 ചില്ലക്ഷരങ്ങളും ഉണ്ട്. സ്വതന്ത്രമായി ഉച്ചരിക്കാൻ കഴിയുന്ന അക്ഷരങ്ങളാണ് സ്വരാക്ഷരങ്ങൾ. സ്വരാക്ഷരങ്ങളെ തന്നെ അവയുടെ ഉച്ചാരണ രീതിക്കനുസരിച്ച് ഹ്രസ്വ സ്വരാക്ഷരങ്ങളെന്നും ദീർഘ സ്വരാക്ഷരങ്ങളെന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. വല്ലാതെ ദീർഘിപ്പിക്കാതെ ഉച്ചരിക്കാൻ കഴിയുന്ന അ, ഇ, ഉ, ഋ, എ, ഒ എന്നീ അക്ഷരങ്ങൾ ഹ്രസ്വ സ്വരാക്ഷരങ്ങളും ദീർഘിപ്പിച്ച് ഉച്ചരിക്കുന്ന ആ, ഇ, ഉ, എ, ഐ, ഓ, ഔ എന്നീ അക്ഷരങ്ങൾ ദീർഘ സ്വരാക്ഷരങ്ങളുമാണ്. സ്വരചിഹ്നങ്ങൾ. ആ എന്ന അക്ഷരമൊഴിച്ച് മറ്റെല്ലാ സ്വരാക്ഷരങ്ങൾക്കും ചിഹ്നങ്ങളുണ്ട്. സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങളുമായി ചേരുമ്പോഴുള്ള സ്വരത്തെ കാണിക്കാനാണ് സ്വരചിഹ്നങ്ങൾ നാം ഉപയോഗിക്കുന്നത്. വ്യഞ്ജനാക്ഷരങ്ങൾ. ക, ഖ, ഗ, ഘ, ങ തുടങ്ങി ഹ, ള, ഴ, റ വരെ വരുന്ന 36 അക്ഷരങ്ങളാണ് വ്യഞ്ജനാക്ഷരങ്ങൾ. ചില്ലക്ഷരങ്ങൾ. സ്വരത്തിൻ്റെ സഹായമില്ലാതെ നിൽക്കുന്ന വ്യഞ്ജനാക്ഷരങ്ങളാണ് ചില്ലക്ഷരങ്ങൾ. ൺ, ൾ, ർ എന്നിവ. മലയാള അക്ഷരമാലയിലെ മറ്റൊരു ഗണമാണ് കൂട്ടക്ഷരങ്ങൾ. ഒരു വ്യഞ്ജനത്തിൻ്റെ ഇരട്ടിച്ച രൂപമോ 2 വ്യത്യസ്ത വ്യഞ്ജനങ്ങൾ കൂടിച്ചേർന്ന രൂപമോ ആണ് കൂട്ടക്ഷരങ്ങൾ. ഫോർ എക്സാമ്പിൾ, ക എന്ന അക്ഷരം 2 പ്രാവശ്യം വരുമ്പോൾ ക, കായും ഷായും കൂടിച്ചേരുമ്പോൾ ക്ഷ,
ഇങ്ങനെ രണ്ടക്ഷരങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരക്ഷരത്തെയാണ് നമ്മൾ കൂട്ടക്ഷരം എന്ന് വിളിക്കുന്നത്.